മക്കളെ ഞാൻ ഒരു കാര്യം പറയട്ടെ, തറയെന്ന് വെച്ചാൽ ഞാൻ ആ ഭൂലോക തറയായിട്ട് നിൽക്കും. പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം. ഇവനെ ഇനി എന്ത് ചെയ്യരുത്, ഇവനെ വലിച്ചു കയറുക. ഞാൻ സീരിയസ്ലി പറയാം. ഈ ഡാഷ് മോനുണ്ടല്ലോ, കാശ് ചോദിച്ചതായിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറയും. എന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിച്ചവൻ, ഞാൻ പറഞ്ഞാ പോരെ. ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുമ്പ് ഇറങ്ങി കൂടെ വേണ്ടി ഞാൻ ഒരു കാര്യം ചെയ്യാം. നിങ്ങൾ ലൈവോ അല്ലെങ്കിൽ ലൈവോ വീഡിയോ എന്താന്ന് വെച്ചാൽ ചെയ്തിട്ട് ഞാൻ ആ സാധനം എന്റെ സ്റ്റോറി ഇടാം. മനസ്സിലായോ? കാരണം നിങ്ങളെയാണ് എല്ലാരും തെറ്റിദ്ധരിച്ചിരിക്കുന്നത്. നിങ്ങളെയാണ് ഇവിടെ എല്ലാരും കുറ്റക്കെടുത്തിയിരിക്കുന്നത്. മനസ്സിലായില്ലേ? നിങ്ങൾ എന്തോ തെറ്റ് ചെയ്തു, നിങ്ങൾ എന്നെ മോശക്കാരനാണെന്നുള്ള രീതിയിൽ അവൻ ചിത്രീകരിച്ചു. ഇപ്പൊ പലർക്കും എന്റെ അടുത്ത് ചോദിക്കാൻ പേടിയാ. ഇനി ചിലപ്പോൾ വൈശാന്റെ അടുത്ത് ചോദിക്കും, അല്ലെങ്കിൽ ഷാർജന്റെ പലരുടെ ചോദിക്കുമ്പോൾ അവർക്ക് ആർക്കും ഒരു ഉത്തരമില്ല. മനസ്സിലായില്ലേ? മനസ്സിലായോ? എന്റെ അടുത്ത് ആരും അങ്ങനെ വന്ന് ചോദിക്കാറില്ല. ഓക്കെ, ഒന്നാമത്തെ കാര്യം. അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ എന്റെ വായിരിക്കുന്ന കേൾക്കുകയും ചെയ്യും. മനസ്സിലായില്ലേ? കാരണം എന്റെ അടുത്ത് ആരും വന്ന് ചോദിക്കാറില്ല. അപ്പൊ ഞാൻ പറഞ്ഞേക്കുന്ന നിങ്ങളുടെ ഭാഗം എന്ന് വെച്ചാൽ ഈ നടന്ന കാര്യങ്ങളെല്ലാം, ഈ വൃത്തികെട്ടവന്റെ പേര് യഥാർത്ഥത്തിൽ ചിന്തു മോഹൻദാസ് എന്നോ എന്താ അണ്ടി എന്നാണെന്ന് എന്തോ പറഞ്ഞു. നിങ്ങൾ ചെയ്യുന്ന വീഡിയോ ഞാൻ സ്റ്റോറി ഇടും, മസ്റ്റ് വാച്ച് എന്ന് കൊടുത്ത് ഞാൻ ഇടും. മനസ്സിലായ? ഇവനെ ഇനി എന്ത് ചെയ്യരുത്, ഇവനെ വലിച്ചു കയറുക. ഞാൻ സീരിയസ്ലി പറയാം. ഈ ഡാഷ് മോനുണ്ടല്ലോ, കാശ് ചോദിച്ചതായിട്ട് എന്റെ അടുത്ത് ചോദിച്ചത് ഞാൻ പറയും. എന്റെ അടുത്ത് 1 ലക്ഷം രൂപ ചോദിച്ചവൻ, ഞാൻ പറഞ്ഞാ പോരെ. പെണ്ണുപിടിയനാക്കി നിന്റെ ബെസ്റ്റ് ഫ്രണ്ട്. മനസ്സിലായ? നിന്നെ അടുപ്പിക്കാത്തതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നീ ഭൂലോക കോഴിയാണ്, നിന്റെ നാട്ടിൽ നിനക്ക് നല്ല പേരല്ല എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. പൊന്നു വിവി, ഞാൻ ഒരു കാര്യം പറയട്ടെ, നിന്നെ പറ്റി എന്റെ അടുത്ത് അവൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ അടുത്ത് അവൻ അതായിരിക്കും പറഞ്ഞത്. ഒരു മിനിറ്റ് ചേട്ടാ, ഇവർ രണ്ടുപേർക്ക് ഞാൻ ഒന്നും പറയാം. വിനീത് ആരോണേ എന്നെ പറ്റിയിട്ട് ഏതെങ്കിലും പെണ്ണുങ്ങളടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഞാൻ ഒരു കാര്യം പറയട്ടടാ, നീ അലവിലാതി ഡാവറോളി എവിടെ നിന്ന് കൊണ്ടുവന്ന? എടാ ഞാൻ സീരിയസ്ലി പറയാം, ഇവനെ വലിച്ചു കയറുക. ഇവന്റെ അടുത്ത് പറയാം, റോബിൻ ചേട്ടനുമായിട്ട് ഒരു രീതിയിലുള്ള ഒരാൾക്കാരും ഇവനുമായിട്ട് ഒരു രീതിയിലുള്ള ബന്ധം ഒരു കാര്യം ഇതല്ല. ഇവൻ പക്ക ഫ്രോഡാണെന്ന് എന്ത് ചെയ്യണം പറയണം. മനസ്സിലായില്ലേ? സ്ത്രീകൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കണമെന്ന് പറയണം. റോബിൻ ചേട്ടൻ വഴി ബിഗ് ബോസിൽ കയറാനായിരുന്നു ഇവന്റെ ഇത്. അവന്റെ ഫോളോയിങ്ങില് അവൻ ഹാഫീസിനെയും ഏഷ്യനെറ്റിനെ ഫോളോ ചെയ്യുന്നുണ്ട്. മനസ്സിലായ? അതിപ്പോ സ്ക്രീൻഷോട്ട് എടുത്ത് പോയി. മനസ്സിലായ? സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ഇവൻ ഇത് ചെയ്യുന്നത്, എന്നിട്ട് നിങ്ങളടുത്ത് പറഞ്ഞതും കൂടെ പറയണം. മനസ്സിലായ? മനസ്സിലായ? എന്റെ അടുത്ത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പറയുന്നു, റോംചേട്ടാ വിനീത് ഒരിക്കലും ഇത് അറിയരുത്, അറിഞ്ഞു കഴിഞ്ഞാൽ എന്റെ കാര്യം കഥ തീർന്നത്. ഇങ്ങനെയാണ് എന്റെ അടുത്ത് പറഞ്ഞത്. മനസ്സിലായ? ഒരു കാര്യം പറ്റേ, ഞാൻ ഒരു കാര്യം പറയാം. ആരുവെന്നും പറഞ്ഞ് ഇവന്റെ ഫോട്ടോ വെച്ച് തന്നെ നിങ്ങൾ ചെയ്യണം വീഡിയോ. മനസ്സിലായ? കേൾക്കുന്നുണ്ടാ? ആരുവെന്ന് അല്ലെങ്കിൽ ആരുവെന്ന് പറഞ്ഞാലും മതി, ഫോട്ടോ വേണ്ട. ആരുവെന്ന് പറഞ്ഞിട്ട് അവന്റെ പേര് പറഞ്ഞ് നിങ്ങൾ ഇന്ന് വീഡിയോ ചെയ്യണം. നിങ്ങൾ 3 പേരും ചെയ്യണം ഒരു വീഡിയോന്റെ അകത്ത്. പറ്റുമെങ്കിൽ ചെയ്യും. ഞാൻ ഇന്ന് അത് സ്റ്റോറി ഇടും. ഞാൻ പറഞ്ഞേക്കാം, മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും, മസ്റ്റ് വാച്ച് എന്ന് പറഞ്ഞിട്ട് ഞാനത് ഇടും. മനസ്സിലായ? ബി അവെയർ തന്നെ ഇടും. മനസ്സിലായ? മസ്റ്റ് വാച്ച്, ബി അവെയർ. ചേട്ടനോട് ഒരു കാര്യം പറയാം. ചേട്ടാ, ഒന്നാമത്തെ കാര്യം, മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ ചേട്ടനോട് ഇതിന്റെ 2 സൈഡും ഞാൻ പറയാം. കാര്യം എന്ന് പറഞ്ഞാൽ ഇവൻ ആക്ച്വലി എന്റെ വീടിന്റെ തൊട്ടപ്പുറത്താണ്. ഇവന്റെ അമ്മ ഞങ്ങളുടെ മുമ്പിൽ കൂടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പശുവിനെ കൊണ്ടുപോകുന്നതും പല്ല് മേടിക്കുന്നതും കൊച്ചത്തിനൊക്കെ. ഞാൻ ഇതിനകത്ത് കൂടെ വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നാളെ ഒരു കാലത്ത് ഞാൻ എന്റെ എല്ലായിടത്തും ചോദിക്കണം. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പൊന്നു മോനെ, നിന്നെ പറ്റി പറയുന്നത് എന്താണെന്നറിയോ? എന്റെ അടുത്ത് പറഞ്ഞ അവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ചേട്ടാ, പക്ഷെ അവനെ അടുപ്പിക്കാൻ കൊള്ളില്ല. പെണ്ണ് വിഷയത്തിൽ അവൻ ഭയങ്കര മോശമാണ്. ഇപ്പൊ തന്നെ ഏതോ പെണ്ണിനുമായിട്ട് ചെയ്തിട്ടാണ്. ഇങ്ങനെയാണ് നിന്റെ അടുത്ത് എന്റെ അടുത്ത് നിന്നെ പറ്റി, നീ എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനാ, നിന്നെ പറ്റി എന്റെ അടുത്ത് അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ എന്റെ അടുത്ത് ധൈര്യമായിട്ട്, എന്റെ അച്ഛന്റെ ഫ്രണ്ടിന്റെ മോനാണ് നീ, നിന്നെ പറ്റി എന്റെ അടുത്ത് അങ്ങനെയാണ് പറയുന്നുണ്ടെങ്കിൽ എന്തായിരിക്കും പറയുന്നത്? മനസ്സിലായ? പിന്നെ ഒരു കാര്യം കൂടെ ഞാൻ പറയാം. പിന്നെ ഇത് കഴിഞ്ഞിട്ട് മനസ്സിലായില്ലേ, തെറ്റിദ്ധാരണകളൊക്കെ മാറി നമ്മൾ തമ്മിൽ ഇനി പ്രശ്നങ്ങൾ ഇല്ല എന്ന് കാണിക്കാൻ വേണ്ടി ഞാനിപ്പോ എറണാകുളത്താണ് താമസിക്കുന്നത്. എന്റെ ഫ്ലാറ്റ് എറണാകുളത്താണ്. മനസ്സിലായി? നിങ്ങൾ ഇങ്ങോട്ട് എറണാകുളത്താണ്.
മനസ്സിലായില്ലേ? ഇവിടെ ഇന്ന് നമുക്ക് ഫോട്ടോ ഇട്ടിട്ട് ഇടാം, തീർന്നില്ലേ? മനസ്സിലായ? ഓക്കെ, ഇവിടെ വന്ന് ഫുഡും കഴിച്ചിട്ട് നമുക്ക് ഇവിടുന്ന് ഫോട്ടോ എടുത്തിട്ടിട്ട് നമ്മൾ പോകുന്നു, മനസ്സിലായില്ലേ? അത്രേ ഉള്ളൂ, മനസ്സിലായ? എന്റെ പൊന്നു മോനെ, ഞാൻ ഒരു കാര്യം പറയട്ടെ, തറയെന്ന് വെച്ചാൽ ഞാൻ ആ ഭൂലോക തറയായിട്ട് നിൽക്കും. പക്ഷെ വേണ്ടാന്ന് വെച്ചിട്ടാണ് ഞാൻ എല്ലാം, നിങ്ങൾ 3 പേരും ചെയ്യും. ഞാൻ സീരിയസ്ലി പറയാം, നിങ്ങൾ 3 പേരായിട്ടുള്ള ഈ ഒരു വീഡിയോ ഞാൻ എടുത്ത് സ്റ്റോറി ഇടും, മനസ്സിലായ? ഞാൻ സീരിയസ്ലി പറയാം, ഇന്ന് ഇത് ചെയ്യണം. ഞാൻ പറയുന്ന കേക്ക് അലുക്കുലല്ല, നല്ല രീതിയിൽ വീഡിയോ എടുത്തിട്ട് ഫുൾ ഇൻക്ലൂഡ് ചെയ്യണം, മനസ്സിലായി? ഇവന്റെ പേര് ആരെന്ന് പറഞ്ഞ ചിന്തുദാസിനെ പറ്റി. ചിന്തുദാസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലായിരിക്കും. എടാ സമയം താമസിക്കണ്ട, ഓക്കെ? ഈ ഒരു സാധനം പെട്ടെന്ന് റെഡിയാക്ക്, മനസ്സിലായ? ഞാൻ എന്റെ ചാനലിൽ തന്നെ എടുത്തിട്ടെ. എടാ നിങ്ങൾ എവിടെ വേണോ നിങ്ങൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റാഗ്രാമിലാണ് ഇത് പെട്ടെന്ന് കത്തിക്കാറ്. ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബിൽ പോകും. എങ്ങനെ പോകുന്ന അറിയാവോ? ഞാൻ ഇൻസ്റ്റാഗ്രാമില് എന്റെ ഇത് എന്താണ് എന്റെ സ്റ്റോറി ആക്കി ഇടുമ്പോ യൂട്യൂബിൽ പൊക്കോളും. അത് തന്നെ, ഞാൻ ഇത് ചാനലിൽ എടുത്തിട്ട് ഞാൻ എന്റെ ചാനലിൽ എടുത്തിട്ട് അതിന്റെ സ്റ്റോറി എടുത്ത് കാരണം കുറച്ച് അധികം എനിക്ക് സംസാരിക്കാം, മനസ്സിലായോ? മറ്റേ സ്റ്റോറി ആകുമ്പോ കുറച്ച്, ഇല്ലെങ്കിൽ മറ്റേ ഷോർട്ട് വീഡിയോ ആകുമ്പോഴും മറ്റേ അതില് കുറച്ച്. അപ്പൊ ഞാൻ പറയട്ടെ ആരെ വേണമെങ്കിലും ഇട്ടോ, നിന്റെ അവന്റെ ആരാന്ന് വെച്ച ചാനലിൽ സംഭവം നമുക്ക് എത്തിച്ചാൽ മതി, മനസ്സിലായല്ലോ? അതില് എനിക്ക് ഒറ്റ കണ്ടീഷനുള്ളൂ, നിങ്ങൾ 3 പേരെ സംസാരിക്കണം, ഒരാള് പറ്റൂല, മനസ്സിലായില്ലേ? 3 പേരും ഇവനെ വലിച്ചു. അത് മാത്രമല്ല നിങ്ങൾ പറയുകയും ചെയ്യണം ഇതിന്റെ അകത്ത്, മനസ്സിലായില്ല? ഈ 2 കാര്യങ്ങൾ സ്പെസിഫൈ ചെയ്ത് പറയണം. എന്ന് വെച്ചാൽ ദിൽഷയുടെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി 10 ലക്ഷം രൂപ ഓഫർ ഇവൻ വെച്ചു എന്നുള്ള കാര്യം പറയണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം ഇവൻ ചെയ്യേണ്ടത്, റോബിൻ ചേട്ടൻ വഴി ബിഗ് ബോസിലേക്ക് നമുക്ക് പോവാന്ന് നിങ്ങളടുത്ത് പറഞ്ഞു എന്നും പറയണം. ഈ 2 കാര്യങ്ങൾ പറയണം. അതിന്റെ എവിഡൻസ് ആയിട്ടാണ് ഇവൻ എന്ത് ചെയ്യുന്ന ഏഷ്യനെറ്റിനെയും ക്രിയേറ്റീവ് ഹെഡിന്റെ ഓഫീസിനെ ഫോളോ ചെയ്യുന്നതെന്ന് കൂടെ പറയണം, മനസ്സിലായോ? കേൾക്കുന്നുണ്ടോ? അപ്പം ഈ 2 കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്ത് എന്റെ നിന്ന് 1 ലക്ഷം രൂപ ചോദിച്ചിട്ട് റോബിൻ ചേട്ടൻ കൊടുത്തില്ല. എന്നിട്ട് മോനെ നിങ്ങൾക്ക് കിട്ടുന്ന ഒരു അവസരമാണ് 3 പേരും എന്ത് ചെയ്യാ ഇപ്പം അവിടെയാണ് ബിബി കൊല്ലത്തല്ലേ. അപ്പൊ ഞാനും ആരോമിലും മാത്രം ബിബിക്ക് ഇപ്പം തൽക്കാലം വരാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ വരേണ്ട അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട ഒരു വീഡിയോ ആയതുകൊണ്ട് മാത്രമാണ് ഇപ്പൊ ചെയ്യാൻ വേണ്ടി പോകുന്നത് എന്ന് പറഞ്ഞു തുടങ്ങാം. ബിബി ഇപ്പം മനസ്സിലായോ? അപ്പൊ ബിബിയോടാ അത് വീഡിയോ കോളിൽ സൈഡിൽ കാണിക്കാം. വീഡിയോ കോളിൽ സൈഡിൽ കാണിക്കും. ഓക്കെ, എടാ വീഡിയോ കോളിൽ സൈഡിൽ കാണിക്കും. എടാ ഇവൻ പറയണം ബിബിനെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന ഒരുത്തനാണ്, വീട്ടിന്റെ അടുത്തുള്ളവരും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയരുത്, മനസ്സിലായ? പിന്നെ സ്ത്രീകള് പ്രത്യേകിച്ച് ഇവന്റെ കാര്യത്തിൽ ശ്രദ്ധിച്ചോളണം എന്നും കൂടെ പറയണം, മനസ്സിലായ? സ്ത്രീകൾ പ്രത്യേകിച്ച് റോബിൻ ചേട്ടന്റെ കൂടെ കൂടിയിട്ട് കാശ് ചോദിച്ചു, അതേപോലെ ബിഗ് ബോസിൽ പോണെന്ന് പറഞ്ഞു. ഇത് 2 നടക്കാത്തപ്പോ എന്ത് ചെയ്ത്? ഒരു മിനിറ്റ്, 1 ലക്ഷം രൂപ ചോദിച്ചു. അല്ലെ ഞാൻ ഈ 1 ലക്ഷം രൂപ റോബിൻ ബ്രോ കൊടുത്തെന്നും പറഞ്ഞുള്ള രീതിയിലാണോ പറയാൻ പോകുന്നത്? അപ്പൊ നാട് നിങ്ങളെ പിരിച്ചെന്നാണോ പറയാൻ പോകുന്നത്? 1 ലക്ഷം രൂപ ചേട്ടന്റെ അടുത്ത് ചോദിച്ചു. ചേട്ടൻ ഇവനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഇവന്റെ കാര്യങ്ങളൊക്കെ നോക്കിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ചേട്ടന്റെ അടുത്ത് ഡയറക്റ്റീവായി 1 ലക്ഷം രൂപ ചോദിച്ചപ്പോ ചേട്ടൻ പറഞ്ഞു കൊടുക്കത്തില്ല. അത് മാത്രമല്ല, മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെളിവെന്ന് പറയണ്ട. പലർക്കും ചോദിച്ച കാര്യങ്ങൾ പലരും കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ തെളിവുണ്ടെന്ന് പറയണ്ട. പലരും ചോദിച്ച കാര്യങ്ങൾ പലരും ഞങ്ങളെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ പല സ്ത്രീകളെടുത്ത് ഇവൻ ക്രഷ് ഉണ്ടെന്ന് ഇഷ്ടമാണെന്നൊക്കെ പറഞ്ഞിട്ട് പല പെൺകുട്ടികൾ ഉൾപ്പെടെ പലരിടത്തും എന്ത് ചെയ്തിരിക്കുന്നു ഇവൻ പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? എന്നിട്ട് ഇത് കിട്ടാതെ ബിഗ് ബോസിൽ പോകാനുള്ള അവസരവും കിട്ടാതെ കാശും കൊടുക്കാതിരുന്നപ്പോ റോബിൻ ചേട്ടനെ കൊണ്ട് ഉപയോഗമില്ല എന്ന് അറിഞ്ഞപ്പോ തിരിച്ചെന്ത് ചെയ്യാൻ തുടങ്ങി? റോബിൻ ചേട്ടൻ അഗൻസ്റ്റ് ആയിട്ട് ഓരോന്ന് പറയാൻ തുടങ്ങി, മനസ്സിലായില്ലേ? ഈ ഒരു കാര്യം ഉടനെ ഇപ്പൊ വീഡിയോ ചെയ്തിട്ട് ഇപ്പൊ ഞാൻ ഇടും, മനസ്സിലായി? പെട്ടെന്ന് നിങ്ങൾ പ്ലാൻ ചെയ്ത് നല്ല വീഡിയോ പെട്ടെന്ന് ചെയ്യും. ആരോമിൽ നല്ല വ്യക്തമായിട്ട് സംസാരിക്കണം, വ്യക്തമായിട്ട് കാര്യങ്ങൾ സംസാരിക്കണം, മനസ്സിലായില്ലേ? ഓക്കെ, ഇത് സത്യം പറഞ്ഞ എന്നിട്ട് പറയണം നമ്മൾ തമ്മിലുള്ള കാര്യം ഇത് റോബിൻ ചേട്ടനെ അറിയായിരുന്നു എന്ന് പറയണം. ഞങ്ങൾ ഇത് ഒബ്സർവ് ചെയ്യായിരുന്നു, ഇവൻ ഏത് വരെ പോകുന്ന ഒബ്സർവ് ചെയ്യായിരുന്നു, മനസ്സിലായില്ലേ? അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും റോബിൻ ചേട്ടനുമായിട്ട് ഇന്നേ വരെ ഇല്ല. ഞങ്ങള് ആക്ച്വലി നോക്കിയായിരുന്നു ഇവൻ ഈ ഫ്രോഡ് തരം യാതൊരു പ്രശ്നവും റോബിൻ ചേട്ടനുമായിട്ട് ഇന്നേ വരെ ഇല്ല. ഞങ്ങള് ആക്ച്വലി നോക്കിയായിരുന്നു ഇവൻ ഈ ഫ്രോഡ് തരം എത്ര നാൾ വരെ നീട്ടിക്കൊണ്ട് പോകുന്നു. ഇന്ന് കൈയോടെ ഇവൻ എന്ത് ചെയ്തു കേട്ടിട്ടുണ്ട്, മനസ്സിലായില്ലേ? ഞങ്ങൾ ഒരു പ്രശ്നവും കാര്യങ്ങളും ഇല്ല എന്നാ ചേട്ടൻ തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ഇപ്പൊ നീ ആരവിന്റെ കേസിൽ മാറി നിൽക്ക്, നീ കുറച്ചാള് നീ മാറി ഇങ്ങനെ നിൽക്കുക. ഒന്നാമത്തെ കാര്യം ഫാമിലിന്റെ കുറച്ച് പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും കൂടെ ഉള്ളത് കൊണ്ട്
ഞാനും പിന്നെ അങ്ങ് മാറി നിന്ന് ഇവന്റെ കളക്ക ഇവ എന്തുമാത്രം കളിക്കുന്നുണ്ട്, ഇവന്റെ ഗെയിം എവിടം വരെ പോകുന്നു ചേട്ടൻ നോക്കട്ടെ എന്ന് പലരിടത്തും പോയി റോബിൻ ചേട്ടനെ പറ്റിയും കൂടെ ഉള്ളവരെ പറ്റിയും എല്ലാവരെ പറ്റിയും മോശമായിട്ട് ഇവൻ പറഞ്ഞ് ഇവൻ അവിടെ ഇരുന്നത് പലരിൽ നിന്നും കംപ്ലൈന്റ്സ് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? അങ്ങനെ പറയാം. മനസ്സിലായില്ലേ? ഓക്കെ. ഇവന്റെ പേര് ചിന്തുദാസ് അല്ല ചിന്തു മോഹൻ. അവന്റെ പേര് യഥാർത്ഥത്തിൽ ഇവൻ ആരവനെ നിങ്ങൾക്ക് അറിയാം. അവന്റെ പേര് ആരവെന്നല്ല, അത് ഫേക്ക് ഐഡിയ ആണ്. മനസ്സിലായി? അവന്റെ പേരിൽ അവനൊരു ഐഡിയ പോലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. കാരണം ഇതാണെന്നുള്ള രീതി സ്പാമിൽ പോയിരിക്കുകയാണ്. അവൻ നമ്പർ വരെ മാറ്റിയിരിക്കുന്നത് ഒരു ഫ്രോഡാണ് എന്നുള്ള രീതി കംപ്ലീറ്റ് വീഡിയോ ചെയ്ത് അപ്ലോഡ് ഫുള്ള് വേണോടാ. 10 ലക്ഷത്തിന്റെ കഥ പറയണം കേട്ടാ. 10 ലക്ഷം രൂപ തീർച്ചയായിട്ടുള്ള ഡിഗ്രേഡിങ് മാറ്റാൻ 10 ലക്ഷം രൂപ എന്ത് ചെയ്തിരുന്നു? റോബിൻ ചേട്ടന്റെ കൂടെ നിന്ന് ചതിക്കുന്ന കണ്ടപ്പോഴാണ് അന്ന് ഞങ്ങൾ തമ്മിൽ പ്രശ്നമായെന്ന് പറയണം. ആര് തമ്മില്? നിങ്ങള് അത് പുറത്ത് പറഞ്ഞ റോബിൻ ചേട്ടന് ഇമേജ് ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് പറയാതിരുന്നെന്ന് പറയണം. മനസ്സിലായ? ഓക്കെ. ഇവൻ നിങ്ങൾ തിരിച്ചടിക്കേ. മനസ്സിലായ? ഇവൻ 10 ലക്ഷം രൂപ ഈ ഡിഗ്രേഡിങ് മാറ്റാൻ വേണ്ടി റോബിൻ ചേട്ടന്റെ പിറകിൽ ഇരുന്നിട്ട് ഓഫർ ചെയ്തിരുന്നു. മനസ്സിലായില്ല? നമുക്ക് പേടിച്ചിട്ട് ചെയ്യാന്ന് പറഞ്ഞപ്പം നിങ്ങൾക്ക് സഹിക്കാൻ വയ്യാത്തോണ്ടാണ് അന്ന് പലരും ചോദിച്ചിരുന്നു എന്തായിരുന്നു ആരുമായിട്ടുള്ള പ്രശ്നം എന്നുള്ളത്. ഇതാണെന്നുള്ളത് വിത്ത് എല്ലാം കൂടെ പറയാം. കാരണം കാശ് അവന് മേടിച്ചിട്ട് അവനെന്ത് വീണ്ടും റോബിൻ ചേട്ടനത് 1 ലക്ഷം രൂപ ചോദിച്ചിരിക്കുന്നു. മനസ്സിലായ? ഈ ഒരു കാര്യം കൂടെ പറയണം. മനസ്സിലായ? ഓക്കെ. കേൾക്കുന്നുണ്ടോ? ഇത് ഞാൻ സ്റ്റോറി ഇട്ടിട്ട് മസ്റ്റ് വാച്ച് ഇട്ടിട്ട് ബി അവെയർ എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യും ഇതങ്ങ് ഇടും. മനസ്സിലായ? ഞാൻ ഞാനിത് സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളുടെ ഒരു കവർ പിക്കും കൂടെ അയക്കുക. മനസ്സിലായില്ലേ? കവർ പിക്ക് അയച്ചിട്ട് 3 കവർ പിക്ക് അയച്ചിട്ട് അതിലെന്ത് ചെയ്യും സത്യാവസ്ഥ അല്ലെങ്കിൽ ഇതാണ് കാര്യം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവൻ എന്ത് ചെയ്യാം ആ ഒരു സംഭവം ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും ഞാനിത് സ്റ്റോറി ഇടും. മനസ്സിലായ? സ്റ്റോറി ഇട്ടിട്ട് ഞാൻ എന്ത് ചെയ്യും സ്റ്റോറി ഇട്ടിട്ട് നിങ്ങളെ വേണമെങ്കിൽ മെൻഷൻ ചെയ്യാം. മനസ്സിലായില്ലേ? അപ്പൊ നിങ്ങൾ റീഷെയർ ചെയ്യാലോ. അതിനെ എടുത്ത് ഞങ്ങൾ ഓക്കെ. റീഷെയർ സ്റ്റോറി ഇട്ടിരുന്ന ഞാൻ നിങ്ങളെ ഇത് ഇട്ടേക്കാം. എന്താണ് ഷെയറിന്റെ ഇത് ഇട്ടേക്കാം. മനസ്സിലായി? അത് നിങ്ങളുടെ അടുത്ത് സ്റ്റോറി ഇട്ടാൽ മതി. എടാ ഇത് എന്നിട്ട് നിങ്ങൾ ഇത് എന്തെങ്കിലും കത്തിക്കാരും ഞാൻ പെട്ടെന്ന് ചെയ്യും. ഓക്കെ. അവന്റെ ഉദ്ദേശം ഇതായിരുന്നു. വളരെ അല്ലോ എല്ലാരും ഇവനെ എന്ത് ചെയ്യുക രക്ഷപ്പെടാൻ പല രീതിയിൽ നിന്നുള്ള കംപ്ലൈന്റ്സ് വരെയാണ്. ആവശ്യമില്ലാതെ റോബിൻ ചേട്ടന്റെ പേരും പറഞ്ഞിട്ട് ഇതേപോലെ യൂസ് ചെയ്യുന്ന ഒരുത്തനാണ്. അതായിരുന്നു ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഉണ്ടായത്. മനസ്സിലായില്ലേ? റോബിൻ ചേട്ടൻ വെയിറ്റ് ചെയ്യായിരുന്നു ഞങ്ങളുമായിട്ട് ഇതേപോലെ ഇവൻ എന്തൊക്കെ ചെയ്ത് കൂട്ടുമെന്നുള്ളത്. മനസ്സിലായില്ലേ? ഓക്കെ. അതായിരുന്നു കാര്യം. അങ്ങനെ ഇവനായിരുന്നു കൾപ്രിറ്റ്. ഇതേപോലെ എന്നിട്ട് പറയും ഇതേപോലെ ഇനി 1-2 പേരും കൂടെ ഉണ്ട്. അവരെയും കൂടെ നമ്മൾ നോട്ട് ഇട്ട് സ്കാൻ ചെയ്യുന്നുണ്ടെന്ന് പറയാം. അപ്പൊ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒന്നുകൂടെ പേടിക്കും. ഓക്കെ. എടാ പൊളിച്ചടിക്കോ. ഓക്കെ മക്കളെ. ശരി. ഓക്കെ. പിന്നെ ശാലി ചേട്ടനും കൂടെ എന്ത് ചെയ്യും? പോസ്റ്റ് ഇട്ടോളും, സ്റ്റോറി ഇട്ടോളും. മനസ്സിലായോ? ഓക്കെ. ഓക്കെ. സ്റ്റോറി ഇട്ടോളും. അപ്പൊ പൊളിച്ചോ. മനസ്സിലായോ? ഓക്കെ. ഇപ്പം 4 മണിയാ പറയാം. എത്ര സമയം എടുക്കും നിങ്ങൾ ചെയ്യാൻ? 7 മണിക്ക് മുമ്പ് പറ്റുമെങ്കിൽ 6 മണിക്ക് ഇടാം. 6 മണിക്ക് മുമ്പ് ഓക്കെ. ശരി. എടാ കേറ്റുന്നതിന്റെ കൂട്ടത്തിൽ കുറെ കൂടെ കേറ്റ്. മനസ്സിലായോ? തീടുമ്പോഴേ കുറച്ച് മണ്ണെണ്ണ ഡീസൽ ഞാൻ ചെറുതായിട്ടൊന്ന് ലൈവ് എന്തെങ്കിലും പോയാൽ എന്റെ ഒരു വീഡിയോ കിട്ടിയാൽ മതി. അത് ബാക്കിയുള്ളവർ കൊണ്ടുപോയിക്കോളും. അതിന് പിന്നെ അതിന്റെ കൂട്ടത്തിൽ ഞാനൂടെ ഷെയർ ചെയ്തിടുന്നത്. ഒരു മിനിറ്റ് ഞാൻ വിളിക്കാം.